ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 20-ാം ദിവസം. ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം പങ്കിടലിൻ്റെ നോമ്പ് അനുഭവം. ഈ ചിന്തയ്ക്ക് ആധാരമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് യേശു നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു ജീവിതശൈലിയാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന പഴയ നിയമത്തിന് പകരം ദോഷം ചെയ്യുന്നവർക്കും നന്മ ചെയ്യുക, പീഡിപ്പിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക, ശത്രുക്കളെയും സ്നേഹിക്കുക എന്ന വലിയ ചിന്തയാണ്. ഈ നോമ്പ് കാലത്ത് നമ്മെ മനസ്സിലാക്കുവാൻ കൂടിയുള്ള അവസരമാണല്ലോ കടന്നു പോകുന്നത്. നമ്മളുടെ സൗകര്യങ്ങളെ മറ്റൊരുവനോട് പങ്കിടുവാനും എല്ലാവരെയും ഒരുപോലെ കാണുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കൂടിയുള്ള സമയമാണിത്. ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയും അനുഭവം കൂടിയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ ഭാഗത്തിൻ്റെ ഹൃദയഭാഗവും അതുതന്നെയാണ്, നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കുക. കർത്താവായ യേശുവിന് ഒരു പക്ഷാഭേദവുമില്ല എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഭേദഭാവം കൂടിയാണിത്. 45-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തൻ്റെ മഴയെ പെയ്യ്ക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ചിലരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ നമ്മുടെ വിദ്യാലയങ്ങളിലോ ചിലപ്പോൾ നമുക്കുള്ള അറിവിനെ പങ്കിട്ട് കൊടുക്കുവാൻ നമ്മൾ മനസ്സ് കാണിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സങ്കട നിമിഷത്തിൽ എനിക്ക് വലിയ കരുണയും തണലും പലരുടെയും കരങ്ങളിലൂടെ ദൈവം എത്തിച്ചു. ഞാൻ ഈ കരുണയ്ക്ക് യോഗ്യനാണോ എന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ കർത്താവായ യേശുവിന് നാം എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ നീതി കെട്ടവരാണെങ്കിലും നീതി ചെയ്യുന്നവരാണെങ്കിലും കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഒരുപോലെ ലഭിക്കും. ഈ ഭാഗത്തിൻ്റെ അവസാനം യേശു പറയുന്നു: സ്രോതസ്സനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. യേശു ക്രിസ്തുവിനെ പോലെ എല്ലാവരിലേക്കും നമ്മുടെ സ്നേഹം ഒരുപോലെ ഒഴുകുമ്പോഴാണ് നാം ദൈവത്തെ പോലെ പരിപൂർണനാവുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്കുള്ളതിനെ മറ്റുള്ളവനോട് പങ്കിടാൻ, അത് പഠിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.